Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. എടാ നീ ആ വഴി എങ്ങോട്ടായി പോന്നേ? ഓഫീസിൽ പോയി മാഡത്തിന് ടിഫിൻ കൊടുക്കേണ്ടതാ, സംശയമുണ്ടോ? ചിലപ്പോ ഇത് ഷോർട്ട് കട്ട് ആയിരിക്കും. ഇത് ഷോർട്ട് കട്ട് ഒന്നും അല്ല, കാറാണ്. ഇത് ആന്റി കാറിന്റെ കൂടെ പോവുകയാണ്. എന്ത് അടിപൊളി കാറാണ്! 1940 കാറാ. അടിപൊളി കാറാണ്. ഈ കാർ എനിക്ക് കിട്ടിയെങ്കിൽ നന്നായിരുന്നു തന്നെ. എടോ, താൻ ഇതെന്തൊക്കെയായി കാണിക്കുന്നത്? നല്ല മനോഹരമായ കാറാണ്. നിങ്ങളുടേതാണോ? അല്ല, ഇത് മിസ്റ്റർ ബാറ്റ്ലിയുടേതാണ്. എന്റെ അടുത്ത് ഇത് പണയമായി തന്നതാണ്. അല്ല, ഈ പണയം എന്ന് വെച്ചാൽ എന്താണ്? ആർക്കെങ്കിലും കാശിന്റെ അത്യാവശ്യം വന്നാൽ ഉടനെ ആരെങ്കിലും വിലപിടിപ്പുള്ള സാധനം പണയം വെച്ച് കാശുമായി പോകും. ആഹാ, കൊള്ളാലോ. എന്റെ കയ്യിലൊരു കാറുണ്ട്. അല്ല, സാറിന്റെ വീട് എവിടെയാ? ഞാനും കാർ വന്നാലേ എനിക്കും കിട്ടുമല്ലോ കാശ്. ആ ബംഗ്ലാവ് എന്റേതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വന്നോളൂ. ഹണി, നീ മേഡത്തിന്റെ കാറ് പണയം വെക്കാൻ പ്ലാൻ ഇടുകയാണോടാ മണ്ട? അല്ലല്ല, എന്റെ കയ്യില് റിമോട്ട് ഉപയോഗിച്ച് ഓടുന്ന കാറുണ്ട്. ഇട കഴുതേ, അതിനൊരു 10 രൂപ പോലും കിട്ടില്ല. ഇന്നത്തെ കോട്ട കഴിഞ്ഞില്ലേ? വാ, നമുക്ക് പോകാം. ടിഫിൻ കൊടുക്കണം. വൈകി കഴിഞ്ഞാൽ ലഞ്ച് ടൈം ആവും. സാർ, നിങ്ങളുടെ കാറ് കാണുന്നില്ലല്ലോ. ഓ, ആ കാറാണോ? ആ കാർ ഞാൻ വണ്ടി വിളിച്ച് വിൽക്കുന്നവന്മാർക്ക് എടുത്തങ്ങ് കൊടുത്തു. എന്ത്, ഇത്രയും നല്ലൊരു കാറ് വണ്ടി പൊളിക്കുന്നവർക്ക് എടുത്ത് കൊടുത്തോ? ജോർദാറെ, നിന്നെ എത്ര സമയമായി അന്വേഷിക്കുന്നു. നീ ഇത് എവിടെയായിരുന്നു? എടാ, ആ കാറ് എടാ, നിനക്ക് എന്താ പറ്റുന്നത്? ഏത് കാറിന്റെ കാര്യം? ആ ചുവന്ന നിറത്തിലുള്ള ആന്റി കാർ വണ്ടി പൊളിക്കുന്നവർക്ക് കൊടുത്തു. അത് ബാറ്റ്ലിയുടെ കാറല്ലായിരുന്നോ? പിന്നെ എപ്പോഴാ അത് വണ്ടി പൊളിക്കുന്നവരുടെ കാറായി മാറിയത്? അപ്പൊ ഇനി നോക്കണ്ട, ആ കാറിന്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. സംശയമോ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ വണ്ടി പൊളിക്കുന്നവര് ആന്റി കാറിന് നശിപ്പിക്കും. അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ മതിയാകും. അതേ കൂട്ടുകാരെ, അത്രയും നല്ലൊരു വണ്ടി നശിപ്പിക്കാൻ പാടില്ല. വരൂ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇരുമ്പടക്കാരൻ കബ്ഡു എവിടെയാണ്? ഞാൻ തന്നെയാണ് കബ്ദു. എന്ത് വേണമെങ്കിലും വിൽക്കും. What can I do for you? ഇരുമ്പ് കടക്കാരനോ? അതും ഈ വേഷത്തിൽ? ഇതൊരു പഴയ നാവികന്റെ സ്യൂട്ടാണ്. ഇന്നത്തെ കാലത്ത് കാശ് ചെലവില്ലാതെ കാര്യം നടക്കാനേ നോക്കൂ. ഇത് ഞാൻ പൊളിക്കാൻ വേണ്ടി വാങ്ങിയ വണ്ടിയുടെ ഡിക്കിയിൽ ഉണ്ടായിരുന്നതാണ്. What can I help you? ഇന്ന് നിങ്ങള് ഒരു ആന്റി കാർ വാങ്ങിച്ചായിരുന്നില്ലേ? അതെ അതെ, ദാ കിടക്കുന്നു, നോക്കൂ. ഈ കാറിന്റെ ബാക്കിയൊക്കെ എവിടെ പോയി? വിറ്റു. I am ഗബിഡു. എന്താണെങ്കിലും വിൽക്കും. ആന്റിക് സാധനങ്ങൾ വാങ്ങുന്നവർ ഇതിന്റെ ഓരോ പാർട്സും വാങ്ങിക്കൊണ്ടു പോയി. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കാറല്ലേ? ഹോൺ, സീറ്റ്, വൈപ്പർ, എഞ്ചിൻ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അഡ്രസ്. വാട്ട്? ഈ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ, അതിന്റെ അഡ്രസ്സാ വേണ്ടത്. ഈ കാറിന്റെ ഒരു സാധനങ്ങളും ഇനി വിൽക്കരുത്. ഞങ്ങള് വാങ്ങിക്കോളാം. ഓക്കെ, ഞാനിത് വിറ്റവരുടെ ലിസ്റ്റ് തരാം. ബോണറ്റിന്റെ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ ഒബ്രോയ് സാറിനാണ് കൊടുത്തത്. ഉബ്രായ് സാറിന്റെ അഡ്രസ് തന്നേക്ക്.
വരൂ വരൂ, ഞാൻ നിങ്ങളെ തന്നെയാണ് ഇത്ര നേരം കാത്തിരുന്നത്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ദാ നോക്കൂ എന്റെ പുതിയ പിയാനോ. യുനോ ഹൗ ക്യാൻ യു നോ? മുഗളന്മാരുടെ കാലത്തുള്ള ഈ ആന്റിക്യൂ പീസിൽ സൈഗർ സാറിന്റെ ഹാർമോണിയത്തിന്റെ കീ ഘടിപ്പിച്ചതാണ്. ഇതിന്റെ താഴെ പിടിപ്പിച്ചിരിക്കുന്നത് പണ്ട് കലാം സാർ ഓടിച്ചിരുന്ന സൈക്കിളിന്റെ ചെറിയൊരു പാർട്സ് ആണ്. പിന്നെ ഇതിന്റെ മുമ്പിലുള്ളത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വണ്ടിയുടെ ബോണറ്റ് ആണ്. യുനോ ഹൗ ക്യാൻ യു നോ? ഓ, ഇയാള് ഗപ്പുവിനേക്കാളും വലിയ പോക്കറിയാ. സംശയമുണ്ടോ? ഇത്രയും പഴയ ഒരു ആന്റിക് പിയാനോ വേറെ ആരുടെയും കയ്യിലില്ല. ഇനിയിപ്പോ എന്റെ പേര് ഗിന്നസ് ബുക്കിൽ നിങ്ങൾ ചേർക്കുമല്ലോ അല്ലേ? ഇല്ല, പക്ഷെ ഞാൻ എന്റെ ഹണീസ് ബുക്കില് നിങ്ങളുടെ പേര് തീർച്ചയായിട്ടും ചേർക്കും. അല്ല, ഇതാരാണ്? അത് ഞാനാ. ഇയാളാ ബോണറ്റ് പിയാനോടെ കവറാക്കിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ദ്വാർദാറിന് ആകെ പ്രശ്നമാവും കൂട്ടുകാരെ. നിക്കേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതായത് ഐ ആം കൺഫ്യൂസ്ഡ്. അപ്പൊ നിങ്ങൾ ഹണീസ് ബുക്കിൽ നിന്നാണോ വരുന്നേ? പക്ഷെ എന്നെ കോൾ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഗിന്നസ് ബുക്കിൽ നിന്നാണ് വരുന്നതെന്നല്ലേ? നോക്കൂ, നിങ്ങൾ ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടില്ല. കൂടാതെ ഞങ്ങൾ പിഗീസ് ബുക്കിൽ നിന്നല്ല വരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ആരാണ്? ആരാധകൻ, താങ്കളുടെ ഈ പിയാനോയെ കുറിച്ച് കേട്ടപ്പോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇതൊരു കലക്കൻ പിയാനോയാണ്. പക്ഷേ ഈ ബോണറ്റ് ഈ പിയാനോയുടെ ഭംഗി കളയുന്നുണ്ട്. സംശയമുണ്ടോ? ഓ, അത് ശരി. അതിനു പകരം ഈ പിയാനോയുടെ മുന്നിൽ ഏതെങ്കിലും മഹാന്റെ ഫോട്ടോ വെക്കുന്നതാ നല്ലത്. അത് നല്ല ഭംഗിയായിരിക്കും. മാത്രമല്ല ഗിന്നസ് ബുക്കിൽ താങ്കളുടെ പേര് കൺഫേം ആവും. അത് ശരി. എന്റെ കയ്യിൽ രാജാ രവിവർമ്മയുടെ ഒരു ചിത്രമുണ്ട്. എന്നാ പിന്നെ അത് തന്നെ വെച്ചോളൂ. ഈ ബോണറ്റ് ഞങ്ങൾ ഇവിടുന്ന് മാറ്റിക്കോളാം, എന്നിട്ട് അത് കൊണ്ടുപോയിക്കോളാം. സംശയമുണ്ടോ? പ്ലീസ്, എനിക്കിതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. കൃത്യസമയത്ത് എനിക്ക് ശരിയായ സജഷൻ കിട്ടി. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരില്ലായിരുന്നു. എടാ മോഹന, ആ സ്റ്റോർ റൂമിൽ നിന്ന് ആ ഫോട്ടോ ഇങ്ങെടുത്തോണ്ട് വന്നേ. ഒരു മിനിറ്റ് നിക്ക്. ദിസ് ഈസ് ഫോർ യു. ഇത് മുഗൾ ചക്രവർത്തിയുടെ ബെഡ്റൂമിലെ വെയ്സ് ആണ്. എന്നെ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ലിസ്റ്റിൽ അടുത്ത പേര് അത് ആരുടേതാണ്? പ്രബുൽ ഭായി ആണ്. ദേ ഇരിക്കുന്നു സ്റ്റിയറിംഗ്. എടുത്തോ, സ്ഥലം വിടാം. നമുക്ക് പണി എളുപ്പമായി. സംശയമുണ്ടോ? വേണ്ട വേണ്ട, അത് മോഷണമായി പോകും. അതെ, അകത്ത് പോയിട്ട് നമുക്ക് ചോദിച്ചങ്ങ് വാങ്ങാം. എന്തേ? അയ്യോ, ആരാ അത്? ഞങ്ങൾ അകത്തെങ്ങനെ വന്നു? അകത്തെങ്ങനെ വന്നത്? ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റി ആണ്. ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ആയി പോയി. സ്റ്റിയറിംഗ് ഒന്ന് എടുത്തോട്ട് തിരിച്ചപ്പോ തന്നെ വാതിൽ തുറന്നങ്ങ് വന്നു. ഞാൻ ഇവിടെ ബെഡ്റൂമിലും ലോക്കറിലും എല്ലായിടത്തും ആന്റിക്കിന്റെ സ്റ്റിയറിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ തന്നെ പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ബലമുണ്ട്. ആർക്കും തുറക്കാനാവില്ല. ആർക്കും തുറക്കാൻ കഴിയില്ല. സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, ചിലപ്പോ അത് എടുത്തോട്ട് തിരിച്ചാ തുറന്നിങ്ങ് പോരുമായിരിക്കും. അപ്പൊ തുറന്നു വരുന്നുണ്ടോ? തുറന്നു വരുന്നുണ്ടോ? എടാ ഗണേഷേ, സുമേഷേ, രാജേഷ് ഇവിടെ. എടാ മനീഷേ, വേഗം സ്റ്റിയറിംഗ് എല്ലാം എടുക്ക്. എന്നിട്ട് വേഗം കമ്പ്യൂട്ടറൈസ്ഡ് ലോക്ക് വെക്കേ. അല്ല, ഈ സ്റ്റിയറിംഗ് ഒക്കെ നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എടുത്തോ, എടുത്തോ, എല്ലാം നിങ്ങൾ എടുത്തോ. എല്ലാ സ്റ്റിയറിംഗും എടുത്തോ. എനിക്ക് നല്ല സെക്യൂരിറ്റി വേണം. യേയ്! അടുത്തതേ നക്കീറാംജിയാ. നിക്കിറാംജി, അങ്ങേക്ക് സുഖമാണോ? ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാ എനിക്ക് ഇന്നും. ബിസിനസ് ഒക്കെ അല്ലേ, ഇടയ്ക്കൊക്കെ താന്നു പോകും, പിന്നെ അങ്ങ് പൊങ്ങി വരും. സാറാ ഗദ്ദുവിന്റെ കയ്യിൽ നിന്ന് 2 ടയർ വാങ്ങിയെന്നറിഞ്ഞോ? അത് അറിഞ്ഞിട്ട് വന്നതാ. ആ, വാങ്ങിച്ചല്ലോ, ദായിരിക്കുന്നു.
ഞങ്ങൾക്ക് വേണ്ടത് ആ ടയർ തന്നെയാ. എടുത്തോളൂ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. ബിസിനസ് ആവുമ്പോ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ കുട്ടികളെ? ചേട്ടും അതെ, ഞാൻ 5000 രൂപയ്ക്കാ വാങ്ങിച്ചത്. 10000 രൂപയ്ക്ക് തന്നേക്കാം. ഇതൊരു വല്ലാത്ത കൊള്ളയായി പോയല്ലോ, സംശയമുണ്ടോ? അതെ അതെ, ബിസിനസ് ഒക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവല്ലേ. എനിക്കും അല്പം ലാഭമൊക്കെ വേണ്ടേ? ഞങ്ങളുടെ കൈ കാശൊന്നുമില്ല, അതാ. എങ്കിൽ കാശുള്ളപ്പോ എടുത്തോണ്ട് പൊയ്ക്കോളൂ. ദാ ഇവിടെ തന്നെ ഉണ്ടാകും. ഓടിപ്പോവാൻ അതിന് കാലൊന്നുമില്ലല്ലോ. ആരും ഇറങ്ങിപ്പോകരുത്. ഇതെല്ലാം ആന്റിക് സാധനങ്ങളാണ്. എല്ലാം എടുത്തോ. അയ്യോ, ഇവന്മാർ ശരിക്കും തല്ലുന്നുണ്ട്. രക്ഷപ്പെട്ടോ. അടിപൊളി, കലക്കി. നിങ്ങൾ എന്റെ ആന്റിക്യൂ സാധനങ്ങൾ കൊള്ളയടിക്കാതെ രക്ഷിച്ചു. നിങ്ങൾക്ക് വേണ്ടതാ ടയറല്ലേ, ഇഷ്ടം പോലെ എടുത്തോളൂ. ഫ്രീ ആയിട്ടാണോ? അതെ അതെ, ബിസിനസ് അല്ലേ, കുറച്ചൊന്ന് താന്നു കൊടുത്തൊന്നും പറഞ്ഞ് പ്രശ്നമില്ല. മാത്രമല്ല, ഈ ചെമ്പ് കൊണ്ടുള്ള ശില്പം എന്റെ വക നിങ്ങൾക്കുള്ള സമ്മാനമാണ്. 1964 ശില്പമാണിത്. നിങ്ങൾക്ക് പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലേ? താങ്ക് യു സോ മച്ച് നിക്കിറാം ജി, താങ്ക് യു സോ മച്ച്. ഗദു. യെസ്. ആരും പേടിക്കണ്ട, ഐ ആം ഗബഡു. എന്താണെങ്കിലും ഞാനിത് വിൽക്കും. ഇതെന്ത് പറ്റി? നിങ്ങളെന്താ ഇങ്ങനൊരു വേഷത്തില്? അത് പിന്നെ നാടകക്കാർ വന്നിരുന്നു അവരുടെ പഴയ സാധനങ്ങൾ വിൽക്കാനായിട്ട്. അപ്പൊ എനിക്ക് ഈ ഡ്രസ് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടിട്ടു. പറയൂ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഞങ്ങൾ എല്ലാ സാധനങ്ങളും തിരിച്ചു വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി റെഡിയാക്കി തരാൻ നോക്ക്. വൈ നോട്ട്, വൈ നോട്ട്? ആദ്യം 25,000 രൂപ അഡ്വാൻസ് തരൂ, പിന്നെ 25,000 രൂപ ഡെലിവറി ചാർജ്. ഇതെന്തിനാ ഈ ചാർജ്? ഈ കാറിന്റെ വില 50,000 രൂപയല്ലേ? വിറ്റിട്ടുണ്ടെങ്കിൽ എനിക്കതിന്റെ ലാഭവും വേണം. എന്തായാലും ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. എനിക്ക് ഈ കാറ് വാങ്ങാനുള്ള ഭാഗ്യം ഇല്ലെന്നാണ് തോന്നുന്നത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ജോർദാർ, ഇത് ഞാൻ ഏറ്റു. ഗദ്ദു, ഞങ്ങളുടെ കൈ കാശൊന്നുമില്ല, പകരം ഈ ആക്രി സാധനങ്ങളുണ്ട്, അത് തരാം. എന്നിട്ട് ആ കാറിന് തന്നേക്ക്. കൊള്ളാലോ, പഴയ ശില്പം, ആന്റിക് സ്റ്റിയറിംഗ്, ഡൺ ഡീൽ. പക്ഷെ നിങ്ങൾ ഇതെല്ലാം എനിക്ക് തരേണ്ടി വരും. ആ എടുത്തോ. വീട്ടിലെ കുറച്ച് പഴയ ന്യൂസ് പേപ്പറും പിന്നെ പൊട്ടിയ ചട്ടികളും ഉണ്ട്, അതും വേണമെങ്കിൽ എടുത്തോ, തന്നേക്കാം. എന്നിട്ട് ഞങ്ങളുടെ സോർദാറിന് കാറ് കൊടുത്താൽ മതി. യുവർ കാർ ഈസ് റെഡി സർ. എന്റെ കളക്ഷനിൽ മറ്റൊരു കാറും കൂടെ കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു കൂട്ടുകാരെ. എനിക്കൊരു കാര്യം മനസ്സിലായില്ല കൊച്ചളിയ. എല്ലാരും പഴയ സാധനങ്ങളൊക്കെ വിൽക്കാൻ നോക്കുമ്പോ ഈ സോർദാർ എന്തിനാ അത് മേടിക്കാൻ നോക്കുന്നത്? സത്യത്തിൽ ഇത് തുരുമ്പൊടിച്ച വണ്ടിയല്ലേ? എല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ട്, സംശയമുണ്ടോ?